നമസ്കാരം. അപ്പം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു, എന്നാലും സോറി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത് നമ്മൾ സ്റ്റാർ പാറ്റേൺസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റിൽ എന്താണ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു SMCയുടെ കൺസെപ്റ്റിന് ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡെയിലി എന്തെങ്കിലുമൊക്കെ ഷോർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്സൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ്. കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നമ്മൾ മാക്സിമം ഡെയിലി എന്തെങ്കിലുമൊക്കെ ഡെയിലി ടച്ചിൽ പിടിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്ഡേഷൻ ഇട്ടുകൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ മോർണിംഗ് സ്റ്റാർ, അതായത് റിവേഴ്സൽ കാൻഡിൽസ്റ്റിക്സ് തന്നെയാണ്. കാൻഡിൽസ്റ്റിക്സിൽ ഇനിയും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഉണ്ട്. നമുക്ക് നോക്കാം, സമയമനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാൻഡിൽസ്റ്റിക്സ് കണ്ടിന്യൂ ചെയ്യാം. കാൻഡിൽസ്റ്റിക്സ് പഠിച്ചാലും തീരാത്ത ഇഷ്ടംപോലെ കാൻഡിൽസ്റ്റിക്സ് ഉണ്ട്. ഇനിയും 30 ക്ലാസ് വരെ കാൻഡിൽസ്റ്റിക്സ് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം കാൻഡിൽസ്റ്റിക്സ് തന്നെ സെപ്പറേറ്റ് പല ടൈപ്പ് കാൻഡിൽസ് ഉണ്ട്. പക്ഷേ ഓൾ ഓവർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കാൻഡിലിൻ്റെ പിന്നിലുള്ള സൈക്കോളജിയാണ്. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർസ് പഠിക്കാം. അതായത് സ്റ്റാർസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാറിനെ കുറിച്ചാണ്. മോർണിംഗ് സ്റ്റാർ എന്താണ്? ഒരു ബോട്ടം. മോർണിംഗ് സ്റ്റാർ ഒരു ബോട്ടം ഒരു A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മോർണിംഗ് സ്റ്റാർ എന്താണ്? ഒരു ബോട്ടം റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ബോട്ടം റിവേഴ്സൽ പാറ്റേൺ ആണ്. B എന്താണ്? ഓക്കെ, എന്തുകൊണ്ടാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഒരു അപ് ട്രെൻഡിലേക്ക് നമുക്കൊരു സിഗ്നലാണ്. അപ് ട്രെൻഡ് സിഗ്നലാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇതൊരു 3 കാൻഡിൽ. നമ്മൾ പഠിച്ചതിപ്പോൾ 2 കാൻഡിൽസൊക്കെ അല്ലേ. അപ്പോൾ ഇതൊരു 3 കാൻഡിൽ കോമ്പിനേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഇതിൻ്റെ കാൻഡിൽസ്, ഹൗ ദീസ് വർക്ക്സ് നോക്കാം. ഓക്കെ, മോർണിംഗ് സ്റ്റാർ ആണ്. അപ്പോൾ എന്താണ്, ഈ കാൻഡിലിനെ നമ്മൾ 1-ാം നമ്പറിനും ഈ കാൻഡിലിനെ നമ്മൾ 2-ാം നമ്പറിനും ഈ ക്യാൻഡിലിനെ നമ്മൾ 3-ാം നമ്പർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ 3 നമ്പർ കൊടുത്തിരിക്കുന്ന ക്യാൻഡിലിന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ടേക്ക്. ഓക്കെ, മോർണിംഗ് സ്റ്റാർ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ബിയറിഷ്, അതായത് ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. ബിയറിഷ് ക്യാൻഡിൽ, എക്സ്റ്റെൻഡഡ് ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, സ്മോൾ ആയിരിക്കില്ല, എക്സ്റ്റെൻഡഡ് ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. അതായത് ഒരു സ്ട്രോങ് റിയൽ ബോഡിയുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, രണ്ടാമത്തത് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരിക്കും. തേർഡ് ക്യാൻഡിൽ ഒരു എക്സ്റ്റെൻഡഡ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമേഷനിൽ വരുന്ന 3 ക്യാൻഡിലിന്റെ കോമ്പിനേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റാർ പാറ്റേൺസ് കാൻഡിൽസിന് നമ്മൾ ട്രെൻഡിൽ, അതായത് ചാർട്ടിൽ എങ്ങനെ പൊസിഷനിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഈ ഹൗ ദിസ് വർക്ക് എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ,
എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൻഡിൽ, അത് ഈ പിക്ചർ നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചു. സ്ട്രെയിറ്റ് ലൈൻ അല്ല, പക്ഷെ ഞാനിങ്ങനെ വരച്ചു എന്ന് വെച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷനിലാവണ്ട. മാർക്കറ്റ് ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതാണ് ലോവർ ലോ, ഇതാണ് ലോവർ ലോ, ഇത് ഫസ്റ്റ് ലോവർ ലോ, അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്തു, സെക്കൻഡ്, പിന്നെ അഗെയിൻ തേർഡ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഏരിയയാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ ഏരിയയിൽ ഒരു ഫോർമേഷൻ ഉണ്ടാവുകയാണ്. എന്ത്? ഈ ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാണ്. ഈ ഏരിയയിൽ നമുക്ക് ഇതുപോലൊരു കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയെന്ന് വെച്ചോ. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. ഈ ബോട്ടം, അതായത് ഇങ്ങനെ വന്നെടുത്ത്. ഓക്കെ, ഇവിടെ ഒരു പ്രീവിയസ് സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചോ. പ്രീവിയസ് സ്വിങ്ങിന്റെ സപ്പോർട്ടാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിക്ചറിനെ ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. അപ്പോൾ ഇൻ കേസ്, അതായത് ഇതാണ് സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ട് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോട്ട് സപ്പോർട്ട് മീൻസ് നമുക്ക് പ്രീവിയസ് സപ്പോർട്ട് നമ്മൾ ഡേ ക്യാൻഡിൽ, അതായത് ടൈം ഫ്രെയിം പറയുകയാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് എന്താണ് ടൈം ഫ്രെയിം നോക്കുമ്പോൾ എപ്പോഴും ടൈം ഫ്രെയിം പറയുകയാണെങ്കിൽ എത്ര ബെറ്റർ എത്ര ദൂരെ, അതായത് ടൈം ലോങ് നോക്കുന്നു അത്രത്തോളം നമുക്ക് ട്രാഫിക് ഇല്ലാതെ, അതായത് കാൻഡിൽസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ കാൻഡിലിൻ്റെ മാക്സിമം എത്രയാണ് കീപ്പ് ചെയ്യാൻ നോക്കുക? മാക്സിമം 1 hour to 1 day കാൻഡിൽ. ഇതാണ് നമ്മൾ ഇപ്പം നോക്കുന്ന ടൈം ഫ്രെയിംസ്. ഓക്കെ, ഇപ്പം നോക്കുന്ന ടൈം ഫ്രെയിംസ്. നമ്മൾ പറയുന്ന സൈക്കോളജിക്കലി എന്താണ് ഇതിൻ്റെ ലോജിക്ക് നമ്മൾ എന്തായാലും ഇതിനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റിൽ ഇങ്ങനൊരു ഫോർമേഷൻ നമ്മൾ വരികയാണ്, കാൻഡിൽ ഇവിടെ ഒരു ബിയറിഷ് കാൻഡിലായിരുന്നു, ഇവിടെ ഒരു ബിയറിഷ് കാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയെന്ന് വെച്ചോ. നമ്മുടെ ഈ സെക്കൻഡ് കാൻഡിലിൻ്റെ കളർ മാറ്റർ ചെയ്യില്ല കേട്ടോ. നമ്മൾ പിക്ചറിൽ വരച്ച കാൻഡിലാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് ഈ പിക്ചർ നമ്മൾ വരച്ചു. ആ ബോട്ടം എന്താണ് ഇപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ സപ്പോർട്ട്, ആ സപ്പോർട്ട് ഏരിയ ആണ് ഈ കാൻഡിലുള്ള വരച്ചോ. ഓക്കെ, അപ്പോൾ ഈ ബിയറിഷ് കാൻഡിൽ, അത് ഫസ്റ്റ് നമ്പർ കാൻഡിൽ, ഈ ഫസ്റ്റ് കാൻഡിൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിൽ സെല്ലിംഗ് പ്രഷർ നല്ല രീതിയിൽ, അതായത് റിയൽ ബോഡി കാണിക്കണം, അതായത് സ്ട്രെങ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് വരുന്ന സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ കാൻഡിലാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ സെക്കൻഡ് കാൻഡിൽ ഇതൊരു ഇൻഡിസിഷൻ കാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ഗ്യാപ്പ്, അതായത് ആസ് പെർ ഇതിൽ പറയുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാൻഡിലിൽ ഓപ്പണും ക്ലോസും
അത് ഓപ്പൺ ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഗ്യാപ്പ് മാറ്റർ ചെയ്യാറില്ല, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് മാറ്റർ ചെയ്യാറില്ല. ഓക്കെ, അത് അത്ര കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാൻഡിൽ എങ്ങനെ വേണമെങ്കിൽ ഫോം ചെയ്യാം. ചിലപ്പോൾ ഈ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തു, സെക്കൻഡ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യാം, തേർഡ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യാം. ഇതൊരു കേസാണ്. രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ ഫോം ചെയ്യാം, ഇങ്ങനെ ഫോം ചെയ്യാം. മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്യാൻഡിൽ. നമുക്ക് എപ്പോഴും ഒരു പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പേപ്പർ അല്ലെങ്കിൽ ബുക്സ് പ്രകാരം നമുക്ക് ഒരിക്കലും ഇതുപോലെ പെർഫെക്റ്റിൽ എപ്പോഴും ഒരു മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്യണമെന്നില്ല. അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ജസ്റ്റ് ഒരു ലേണിംഗ് മെത്തേഡ്സിനാണ് ഞാൻ ആസ് പെർ ബുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ. പക്ഷെ ഗ്യാപ്പ് മാറ്റർ ചെയ്യില്ല. ആസ് പെർ ബുക്കിൽ ഗ്യാപ്പ് ഉണ്ടാവുന്നതാണ്. അതായത് സെക്കൻഡ് ക്യാൻഡിൽ, അതായത് ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ, അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ, അത് സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമെന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു ഡൗൺ ട്രെൻഡിലുള്ള മാർക്കറ്റ് അല്ലേ, ഈ ഡൗൺ ട്രെൻഡിൽ ഇങ്ങനൊരു ഫോർമേഷൻസ് 3 ക്യാൻഡിൽ ഫോം ചെയ്യാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെവി സെല്ലിംഗ് പ്രഷറാണ്. ഹെവി സെല്ലിംഗ് പ്രഷറിൽ മാർക്കറ്റ് ഇങ്ങനെ വീണുകൊണ്ട്, അതായത് ഫസ്റ്റ് സ്വിങ് എടുത്തു, ഫസ്റ്റ് എടുത്തു, അത് കഴിഞ്ഞ് ഒരു സ്വിങ് പോയിട്ട് തിരിച്ച് വേറെ അടുത്തേക്ക് പിന്നെ ഒരു ലോവറിൽ ഫോം ചെയ്തു, ഹെവി സെല്ലിംഗ് പ്രഷർ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഈ തേർഡ് ബോട്ടമിൽ ഒരു സപ്പോർട്ടും പ്രീവിയസ് സപ്പോർട്ടും കിട്ടുന്നു. അത് കൂടാതെ അവിടെ ഒരു ക്യാൻഡിൽ, അതായത് നമ്മുടെ 3 ക്യാൻഡിൽ സ്റ്റിക്സ് മോർണിംഗ് സ്റ്റാർ ഫോർമേഷൻ നമുക്ക് വിസിബിൾ ആവുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഓൾറെഡി ഈ സെക്കൻഡ് ടു തേർഡ് ഫോം ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാർക്ക്, അതായത് ഈ പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാർ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, പൊസിഷൻസ് ബുക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ ഓൾറെഡി സെല്ലിംഗ് പ്രഷർ, അതായത് സെല്ലിംഗ് പ്രഷർ ഉള്ള, അതായത് ഹെവി സെല്ലിംഗ് പ്രഷർ എഫേർട്ട് ചെയ്യുന്ന കുറച്ച് പേര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്, പുതിയ ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്, അതായത് നമ്മുടെ എപ്പോഴും ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാർക്കറ്റ് ഇരിക്കണം. അപ്പോൾ ഈ മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമ്മുടെ ട്രെൻഡ് എന്താണ്, ഒരു ഡൗൺ ട്രെൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെല് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻട്രി ചെയ്യുമ്പോൾ ഇത് ട്രെൻഡിനനുസരിച്ച് അവരുടെ മെത്തേഡ്സ് പ്രകാരം ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോവർ ലോസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് ലോവർ ഹൈ, ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ലോസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ട്രെൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്, അതായത് ട്രെൻഡ് ഈസ് ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പുതിയ ന്യൂ സെല്ലേഴ്സ് എന്ത് ചെയ്യും, ഇവിടെ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും, അത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും, അത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. ഇവിടെ നിന്ന് മുതൽ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയ ആൾക്കാരുണ്ടാവും, അതായത് ഇത്രത്തോളം ഒരു ലോങ് റാലി എടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്യും, പുതിയ സെല്ലിംഗ് പ്രഷർ കാരണം എന്ത് ചെയ്യും, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യും. ആ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഈ സെക്കൻഡ് ക്യാൻഡിൽ, ഈ എറോ കണ്ടില്ല, ഈ സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ. അപ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ ഓപ്പണിങ്ങിൽ ഒന്നും കൂടി ഒരു സെല്ലിംഗ് പ്രഷർ കൂട്ടിയിട്ടാണ് ഓപ്പൺ ആവുന്നത്. അതൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവും. ഇതാണ് ഗ്യാപ്പ്, ആ മാർക്കറ്റിന്റെ ഗ്യാപ്പ് നമ്മൾ പറയുന്നത്. ഈ ഗ്യാപ്പില്ലേ, ഗ്യാപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നെക്സ്റ്റ് ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് പിന്നെയും പുഷ് ചെയ്തു, അതായത് സെല്ലിംഗ് പ്രഷർ സ്റ്റിൽ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ബയേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് ബയേഴ്സിന് ഒരു സപ്പോർട്ട് ഏരിയ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽസിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും, അതായത് മേ ബി ദർ വിൽ ബി എ ചാൻസ് എന്ന് അവർക്ക് തോന്നിയിട്ട് അവരെന്ത് ചെയ്യും, അതായത് ഒരു സപ്പോർട്ട് ഓൾറെഡി കാണുന്നുണ്ട്, പിന്നെന്താണ് ഒരു ചെറിയ ബൈയിങ് പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും, ബൈയിങ്ങും സെല്ലിങ്ങും ഒരു ഇൻഡിസിഷൻ ആയിട്ട് മാറിയിട്ട് ഈ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യും. അതായത് സെല്ലേഴ്സും ആൻഡ് ബയേഴ്സും കൺഫ്യൂഷനിലോ, ബയേഴ്സ് ആർ ഇൻ കൺഫ്യൂഷൻ അല്ലേ. അതാണ് ഇൻഡിസിഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈക്വലന്റ് ആണ്. അപ്പോൾ ഈ ബുക്ക് ചെയ്ത ആൾക്കാർ ഇറങ്ങിപ്പോയി സെല്ലേഴ്സ്. അപ്പോൾ പുതിയ ബൈയിങ് സ്ട്രെങ്ത് കാണുമ്പോൾ നെക്സ്റ്റ് കാറ്റഗറിയിൽ ബയേഴ്സ് എന്ത് ചെയ്യും, വീണ്ടും അവരുടെ ഫോഴ്സ് എൻട്രി ചെയ്യുന്നു. അതായത് അവരുടെ ആർമിയെ സെറ്റ് ചെയ്തിട്ട് അവർ എൻട്രി ചെയ്യാൻ തുടങ്ങും.
അപ്പൊ അങ്ങനെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യാൻ തുടങ്ങി. ഒരു റെഡ് ക്യാൻഡിൽ മീൻസ് ബുള്ളിഷ് ക്യാൻഡിൽ, സോറി റെഡ് അല്ല കേട്ടോ, ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യും. അത് ഈ ക്യാൻഡിലിന്റെ കളർ മാറ്റർ ചെയ്യില്ല കേട്ടോ. ഈ സെക്കൻഡ് ക്യാൻഡിലിന്റെ കളർ ഡസൻ മാറ്റർ. ഇത് ഗ്രീനോ അല്ലെങ്കിൽ ഓർ റെഡ് ഡസൻ മാറ്റർ. ഓക്കെ, ഏതായാലും മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അത് ഡോജി ക്യാൻഡിൽ പറയുമ്പോൾ. അപ്പോൾ ഈ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള കാരണം എന്താ? ബയേഴ്സ് എൻട്രി എടുത്തു തുടങ്ങി. എന്തുകൊണ്ട്? അവർക്ക് കൺഫർമേഷൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതുപോലൊരു ഫോർമേഷനിൽ അവർക്ക് തോന്നുന്നു ഇത് ഇൻഡിസിഷൻ ആണ്. ഇവിടെ എന്താവും? പുതിയ ബയേഴ്സ് എൻട്രി എടുത്തു തുടങ്ങും. സെല്ലേഴ്സ് ഓൾറെഡി ഇത്രയും വലിയ പ്രോഫിറ്റ്, അതായത് ഇത്രയും വലിയ ഡൗൺ ട്രെൻഡിൽ ഓൾറെഡി ഇത്രയും വലിയ റാലിയിൽ ഇത്രയും പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇനിയും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പുതിയ ട്രേഡേഴ്സ് അല്ലെങ്കിൽ പുതിയ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ പിന്നെ എൻട്രി എടുക്കും. എന്താണ്? ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെന്ന് വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് എൻട്രി എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു കോമ്പിനേഷൻ, ഒരു ഫൈറ്റ് നടന്നിട്ട് ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബയേഴ്സ് എന്ത് ചെയ്യും? പൊസിഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ബയേഴ്സിന്റെ പൊസിഷൻസ് ആണ് നമ്മൾ ഈ ക്യാൻഡിലായിട്ട്, തേർഡ് ക്യാൻഡിലായിട്ട് കാണുന്നത്. അപ്പോ ഈ തേർഡ് ക്യാൻഡില് ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ബിയറിഷ് ക്യാൻഡിലിന്റെ 50% എബവ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് എന്താണ്? ഒരു ബുള്ളിഷ് സിഗ്നലാണ്. ഓക്കെ, അപ്പൊ മോർ ദാൻ 50% ആണെങ്കിൽ അതൊരു സ്ട്രോങ് ബുള്ളിഷ് സിഗ്നലാവും. ഓക്കെ, ഒരു ബുള്ളിഷ് സിഗ്നലാണ്. കാരണം എന്താണ്? ജസ്റ്റ് ലോജിക് ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലാതെ ക്യാൻഡലിന്റെ പേര് കണ്ടുപിടിക്കുക ഓർമ്മിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ബുള്ളിഷ് സിഗ്നലാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ ആസ് പെർ ക്യാൻഡിലിന്റെ തിയറി പ്രകാരം ഇതാണ് SL. അതായത് ഇതിന്റെ ലോയസ്റ്റ്, അതായത് ഈ 1, 2, 3 3 ക്യാൻഡിലിന്റെ ഏറ്റവും ബോട്ടം ഏതാണോ അതാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതായത് ഇതാണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പൊ എൻട്രി നമുക്ക് വേണമെങ്കിൽ പറയുന്നത് പ്രകാരം നമ്മൾ ക്ലോസിന്റെ എബവ്, അതായത് ഇതാണ് ക്ലോസ്, ഇതിന്റെ എബവ് എൻട്രി, ഈ ഏത് എൻട്രി. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിന്റെ എബവ് എൻട്രി. എന്നിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് എവിടെയാണോ ഒരു സ്വിങ്ങിന്റെ ലോവർ ഹൈ, അതുവരെ നമുക്ക് റാലി എടുക്കാം. അപ്പോൾ ഇതാണ് SL. നെക്സ്റ്റ് സ്വിങ്ങിന്റെ ഹൈ, അതായത് പ്രീവിയസ് ഹൈ ഏതാണോ അതുവരെ നമുക്ക് റൈഡ് എടുക്കാം. ഇതാണ് റാലി. ഓക്കെ, അപ്പൊ ഇത് കണ്ടിന്യൂ, ഈ തേർഡ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ബയേഴ്സ് പിന്നെ ഈ സിഗ്നൽ കാണുമ്പോൾ, അതായത് ക്യാൻഡിൽസിൽ ഇത് ചെയ്യുന്ന ട്രേഡ്സ് എടുക്കുന്ന ആൾക്കാർ ഓൾറെഡി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് കുറെ മെത്തേഡ്സ് ഇനിയും പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. കാരണം ആസ് പെർ SMC കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ട്രാപ്പായിട്ടും എങ്ങനെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് അവർ നോക്കുക. അപ്പോൾ ലിക്വിഡിറ്റിയിൽ ആൾക്കാർ കൂടുതൽ ട്രാപ്പ് ആവുകയും സ്റ്റോപ്പ് ലോസ് ഹണ്ടായിട്ട് അവരുടെ ഓർഡർ ഫില്ലായിക്കൊണ്ട് എന്ത് ചെയ്യും? അവർ റൈഡ് കണ്ടിന്യൂ എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ലാവണ്ട, നമുക്ക് SMC പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് നമുക്കിപ്പോ പഠിക്കേണ്ട കാര്യങ്ങൾ എൻട്രി ആയാലും എക്സിറ്റ് ആയാലും, ഈ എൻട്രി എക്സിറ്റ് ജസ്റ്റ് ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാൻഡിലിന്റെ സൈക്കോളജി ആയാലും ലോജിക് ആയാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ 50% അപ്പോൾ ഇത് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബയേഴ്സിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് നോക്കുന്നു, നമ്മൾ എൻട്രി എടുക്കുന്നു, നമ്മുടെ റൈഡ് ബുള്ളി സ്ട്രെങ്ത്തിലേക്ക്. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് കണക്കാക്കുമ്പോൾ, ലിമിറ്റേഷൻ നമ്മളിപ്പോൾ ടൈം ഫ്രെയിമിലാണല്ലോ. ലിമിറ്റേഷൻ എന്താണ്? ഇതിന് 3 ക്യാൻഡിൽസ് ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കെന്താണ്
വെയിറ്റിംഗ് ഡ്യൂറേഷൻ കൂടുതലാണ്. വെയിറ്റിംഗ് ഡ്യൂറേഷൻ അതായത് നമ്മൾ എന്താണ് വെയിറ്റിംഗ് ഡ്യൂറേഷൻ കൂടുതലാണ്. കാരണം ഇത് ഒക്കെ ചിലപ്പോൾ ഡേ ക്യാൻഡിൽസ് ആയിരിക്കും, ഡേ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ല. അപ്പോൾ 3 ദിവസം നമുക്കൊരു കൺഫർമേഷൻ. പക്ഷെ നമുക്ക് ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ ഒരു ഇതോ മാത്രമല്ല, നമുക്ക് പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനറിലോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുവരിക്കണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അനലൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ മോർണിംഗ് സ്റ്റാറിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് നോക്കേണ്ടത് ഈവനിങ് സ്റ്റാർ ആണ്. മോർണിംഗ് സ്റ്റാറിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എനിക്ക് എന്തായാലും നിങ്ങൾ എനിക്ക് ഹോംവർക്കായിട്ട് കണ്ടുപിടിച്ച് കാണിച്ചു തരാം. കാരണം മോർണിംഗ് സ്റ്റാറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് മോർണിംഗ് സ്റ്റാർ റിവേഴ്സൽ പാറ്റേൺ ആണെങ്കിലും ബെസ്റ്റ് എന്താണ്, നമുക്കിപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡിന്റെ കൂടെ, അതായത് അപ് ട്രെൻഡിൽ എടുക്കുകയാണ് ബെസ്റ്റ്. അതായത് ഇൻ കേസ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യണ വെച്ചോ, മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണം, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നു, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യണ വെച്ചോ. അപ്പോൾ മാർക്കറ്റ് എന്താണ്, ഒരു റിട്രേസ്മെന്റ് എടുക്കുന്നു, ഒരു റിട്രേസ്മെന്റ് ഇത്, ഒരു റിട്രേസ്മെന്റ്, ഓക്കെ 2 റിട്രേസ്മെന്റ്. അതായത് ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാന്ന് വെച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ് അല്ലേ, പ്രീവിയസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും, പിന്നെ ഇത് ഒരു വട്ടം ബ്രേക്കായി, ഇവിടെ നിന്ന് അത് ബ്രേക്കായി അല്ലേ. അപ്പോൾ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ലോങ് ടൈം ഫ്രെയിം തന്നെ കൺസിഡർ ചെയ്യുക കേട്ടോ. ടൈം ഫ്രെയിം ചെറുതാക്കരുത്. ടൈം ഫ്രെയിമിനെ നമുക്ക് ലോങ് ടൈം തന്നെ കൺസിഡർ ചെയ്യുന്ന എടുക്കുന്നുള്ളൂ. നമ്മൾ മിനിമം 4 hours above നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ കണ്ടിന്യൂഷൻ, അതായത് ഈ അപ് ട്രെൻഡിൽ ഒരു റിട്രേസ്മെന്റ് കഴിഞ്ഞു, ഈ റിട്രേസ്മെന്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു കൺഫർമേഷൻ ക്യാൻഡിൽസ് വരികയാണെങ്കിൽ, കൺഫർമേഷൻ ക്യാൻഡിൽ സ്റ്റിക്സ് എന്തൊക്കെയാണ്, ബുള്ളിഷ് സിഗ്നലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഹാമറോ അല്ലേ, അല്ലെങ്കിൽ എന്താണ് എൻഗൾഫിങ്ങോ, ബുള്ളിഷ് എൻഗൾഫിങ്ങോ, അല്ലെങ്കിൽ എന്താണ് ഇൻവേർട്ടഡ് ഹാമറോ ഓക്കെ വരികയാണെങ്കിൽ നമുക്കെന്താണ്, അത് 3 നമ്മളിപ്പോൾ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സ്റ്റാർ. ഓക്കെ, മോർണിംഗ് സ്റ്റാർ വരികയാണെങ്കിൽ, ഇവിടെ ഇപ്പം മോർണിംഗ് സ്റ്റാർ വരികയാണെന്ന് വെച്ചോ, ഇതൊരു റെഡ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഇവിടെ ഒരു അഗെയിൻ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 എൻട്രി എടുക്കാം, റൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു കൺഫർമേഷൻസ് നമുക്കെപ്പോഴും വേണം, കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ എന്താണ്, നെസസറിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൺഫർമേഷൻ, ഇതിൽ ഒരു കൺഫർമേഷൻ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അല്ലേ, അത് ഡൈനാമിക് സപ്പോർട്ട്. രണ്ടാമത്തെ എന്താണ്, ഒരു സപ്പോർട്ട്, മെയിൻ സപ്പോർട്ട് അല്ലേ, സപ്പോർട്ട് ലൈൻ, സപ്പോർട്ട് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ എന്താ സംഭവിക്കുന്നത്, ഇതിപ്പോൾ സപ്പോർട്ട് സോൺ ആയിരിച്ചോ, ഇവിടുന്ന് ഈ റൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന് എൻട്രി എടുത്ത് സെല്ലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പിന്നെയും പുതിയ എൻട്രി എടുത്തിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ചിലർ പുതിയ എൻട്രി നോക്കിയിട്ട് പിന്നെയും സെല് ചെയ്യാൻ നോക്കുമ്പോൾ
ഇവിടുന്ന് ഈ സോൺ കണ്ടിട്ട് ബയേഴ്സിന്റെ സ്ട്രെങ്ത്, ബയേഴ്സ് എൻട്രി ആവും, ബയേഴ്സ് ട്രൈ ചെയ്യും, പിന്നെ പുതിയ ബയേഴ്സ് പിന്നെയും എൻട്രി എടുത്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിന് അപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ സെല്ലേഴ്സ് ഓൾറെഡി ഫിയർ ആവുമ്പോൾ സെല്ലേഴ്സ് എന്ത് ചെയ്യും, പൊസിഷൻ ഇട്ടോടും. അപ്പോൾ മാർക്കറ്റിലൊരു ന്യൂ മൊമെന്റം റൈഡ് വരും. ആ മൊമെന്റം റൈഡാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ ലോജിക് ബിഹൈൻഡ് ക്യാൻഡിൽസ് അതാണ് പഠിക്കേണ്ടത്. മോർണിംഗ് സ്റ്റാർ കംപ്ലീറ്റ് ആയേ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈവനിങ് സ്റ്റാർ ആണ്.